നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിനകത്തെ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ടോപ്പിക്കാണ്. PSCയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്? പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുകയും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്, അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പരസ്പര ബന്ധമില്ലാതെ നിൽക്കുകയും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് എന്താണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുരുക്കി എഴുതുന്നതാണ് എന്താ SI യൂണിറ്റ്. നമ്മൾ എപ്പോഴും SI യൂണിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഈ SI യൂണിറ്റ് അനുസരിച്ച് അടിസ്ഥാന യൂണിറ്റുകൾ 7 എണ്ണമാണുള്ളത്. എപ്പോഴും PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ് 7 എണ്ണം നമുക്ക് നോക്കാം. ഏതാണ്? നീളം, ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത്രയാണ് അടിസ്ഥാന അളവുകൾ. SI യൂണിറ്റുകളുടെ അടിസ്ഥാന അളവുകൾ ഈ 7 എണ്ണമാണ്. അതിലൊന്നാമത്തെ നീളം അല്ലേ. നീളത്തിൻ്റെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മീറ്ററാണ്. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അതിൻ്റെ പ്രതീകം എങ്ങനെയാണ്? സ്മോൾ m ആണ് അല്ലേ. അടുത്ത മാസ്. മാസ് എന്ന് വെച്ചാൽ എന്താണ്? മാസിൻ്റെ പേര് കിലോഗ്രാം ആണ്. kg, രണ്ടും സ്മോൾ kg. സമയത്തിൻ്റെ എന്താണ്? സെക്കൻഡ് ആണ്, സ്മോൾ s. അടുത്ത് വൈദ്യുത പ്രവാഹ തീവ്രത, അതിൻ്റെ യൂണിറ്റാണ് ആംബിയർ. അതിൻ്റെ ലെറ്റർ എങ്ങനെയാണ്? ക്യാപിറ്റൽ A ആണ് പ്രതീകം. അടുത്ത താപനില, താപനിലയുടെ യൂണിറ്റാണ് കെൽവിൻ. അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ K ആണ്. പിന്നെ പദാർത്ഥത്തിൻ്റെ അളവ്, അത് മോൾ എന്നാണ് പറയുന്നത്, MOL എന്നാണ് അതിൻ്റെ പ്രതീകം. പ്രകാശ തീവ്രതയുടെ ക്യാൻഡിലയാണ്, സ്മോൾ CD ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട SI യൂണിറ്റുകൾ 7 എണ്ണം. അതിൻ്റെ പേരും പഠിക്കണം, പ്രതീകവും പഠിക്കണം. ഇനി അതിലൊന്നാമത്തെ നീളം. നീളത്തെ പറ്റി നോക്കാം. നീളം എന്ന് വെച്ചാൽ എന്താണ്? നീളത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സ്മോൾ m ആണ് അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റർ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ച് 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃക ദണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 അടയാളങ്ങൾക്കിടയിലുള്ള നീളത്തെയാണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത്. ഇതുമായി താരതമ്യം ചെയ്ത് തയ്യാറാക്കുന്ന സ്കെയിലിൻ്റെ നീളമാണ് നമ്മൾ 1 മീറ്റർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പുതിയ നിർവചനം അനുസരിച്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ പ്രകാശം 1/, ആ ഒരു നമ്പറുണ്ട് 299792458 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പം അത്രയും വിശദമായിട്ട് ഓർത്തിരിക്കേണ്ട. 1 മീറ്റർ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. ഇതിൻ്റെ പ്രതീക M ആണെന്ന് ഓർത്തിരിക്കുക. അതെവിടെ? ഫ്രാൻസിലെ അളവ് തൂക്ക ബ്യൂറോയിൽ വെച്ചിരിക്കുന്ന ആ മാതൃക ദണ്ടിൻ്റെ രണ്ട് നീളങ്ങൾക്കിടയിലുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മീറ്റർ എന്ന് ഓർക്കുക. ഇനി നമുക്കറിയാം മീറ്ററിൻ്റെ പ്രധാനപ്പെട്ട, നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. 100 മീറ്ററാണ് 1 കിലോമീറ്റർ. അത് നമ്മൾ എങ്ങനെയാണ്? 10⁻³ എന്നാണ് രേഖപ്പെടുത്തുന്നത്. 10⁻³ മീറ്റർ. 1 സെൻറ്റിമീറ്റർ എത്രയാണ്? 1/100 മീറ്ററാണ്. 1/100 മീറ്ററാണ്. അതിനെ നമുക്ക് 1/10⁻² അല്ലെങ്കിൽ 10⁻² മീറ്ററാണ്. ഇനി 1 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 1/1000 മീറ്ററാണ് അല്ലെങ്കിൽ 10⁻³ മീറ്റർ. അടുത്ത ഒരു മൈക്രോമീറ്ററിനെയാണ് ആ കാണിച്ചിരിക്കുന്നത്, ആ ഒരു സിമ്പിൾ. അത് 1/10⁻6 ആണ് അല്ലെങ്കിൽ 10⁻⁻6 ആണ്. ഓക്കെ, പിന്നെന്താണ്? 1 നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻9 ആണ്. 1/10⁻9 ആണ്. അപ്പോൾ 1/, വരുമ്പോൾ നമ്മൾ മേളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ആകും അല്ലേ. അതാണ് മൈനസ് കാണുന്നത്. ഇത് പഠിക്കണം കേട്ടോ, അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്.
ഈ ഒരു യൂണിറ്റുകൾ. അപ്പം നമ്മൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, നീളം എന്ന് വെച്ചാൽ എന്താണ്? നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. സ്മോൾ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് എന്ത് അടിസ്ഥാനമാക്കിയാന്ന് ഓർത്തിരിക്കുക. ഫ്രാൻസിലെ അളവ് തൂക്കിയ ബ്യൂറോയിൽ വെച്ചിരിക്കുന്ന അതനുസരിച്ചാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്കറിയാം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും മീറ്റർ മാത്രമല്ല അല്ലേ, സൗകര്യത്തിന് വേണ്ടി ചെറിയ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. അതിൻ്റെ അളവാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മൈക്രോമീറ്റർ, നാനോമീറ്റർ, ഇവയൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ വലിയ യൂണിറ്റുകളുണ്ട്. അതേതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ചെറിയ യൂണിറ്റുകളാണ്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. അപ്പോൾ അതിൻ്റെ മൂല്യം പഠിക്കണമെങ്കിൽ നമുക്ക് ഏതാണ് ഏറ്റവും ചെറുതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഏറ്റവും സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് എന്ത്? മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെക്കാട്ടിൽ ചെറുതാണ് ഏത്? മൈക്രോമീറ്ററിനെക്കാട്ടിൽ ചെറുതാണ് നാനോമീറ്റർ. ഇത് ചിലപ്പോൾ ഈസി ഒരു വട്ടം ചോദിച്ചതാണ് ഇങ്ങനെ ഓർഡറിൽ എഴുതാനായിട്ട്. ഏറ്റവും ചെറുത് നാനോമീറ്റർ, പിന്നെ മൈക്രോമീറ്റർ, പിന്നെ മില്ലിമീറ്റർ, പിന്നെ സെൻറ്റിമീറ്റർ, പിന്നാണ് മീറ്റർ വരുന്നത്. ഇനി അതിൽ കൂടുതലുള്ള അളവുകൾ ഏതൊക്കെയാണ്? കിലോമീറ്റർ അല്ലേ. മീറ്റർ കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കിലോമീറ്റർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. AU എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ എന്താണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര? 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് എന്തറിയപ്പെടുന്നത്? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി അടുത്ത അതിനേക്കാട്ടിൽ വലിയ യൂണിറ്റാണ് പാർസെക്ക് അല്ലേ. പാർസെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോഴാണ് ഉപയോഗിക്കുന്ന അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. അത് 15 കോടി കിലോമീറ്റർ ആണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഇനി അതിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഉള്ളതാണ് പാർസെക്ക്. പാർസെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 3.26 പ്രകാശവർഷം. അപ്പോൾ അതും കൂടെ പഠിക്കണം കേട്ടോ. ഇപ്പോൾ പഠിച്ച ഒന്നും കൂടി പറയാം. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതായത് മീറ്ററിനെക്കാട്ടിലും കുറഞ്ഞ അളവുകളാണ് ഏത്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. അത് കഴിഞ്ഞ് മീറ്റർ വരുന്നു. മീറ്റർ കഴിഞ്ഞിട്ട് വരുന്ന കിലോമീറ്റർ ആണ്. കിലോമീറ്ററിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനെക്കാട്ടിലും വലിയ യൂണിറ്റാണ് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഇനി ഒരു പാർസെക്ക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഇനി അടുത്തതാണ് എന്ത്? മാസ്. SI യൂണിറ്റ് അടുത്താണ് മാസ്. എന്താണ് മാസ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്. അതിൻ്റെ പ്രതീകം എങ്ങനെ? kg, സ്മോൾ kg എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ മാസ് അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിലും അതിനെക്കാട്ടിൽ ചെറുതും വലുതുമായ മറ്റു യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാസിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മില്ലിഗ്രാം അല്ലേ. മില്ലിഗ്രാം എന്ന് വെച്ചാൽ എത്ര? ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻6 കിലോഗ്രാം ആണ്. 10⁻⁻6 കിലോഗ്രാം ആണ് ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? ഗ്രാം ഉണ്ടല്ലേ. ഒരു ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 10⁻⁻3 കിലോഗ്രാമിനെയാണ് ഒരു ഗ്രാം എന്ന് പറയുന്നത്. ഇനി വലിയ യൂണിറ്റുകൾ ഏതാ? ക്വിൻ്റൽ അല്ലേ. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സ്ക്വയർ, 10⁻2 കിലോഗ്രാം, അല്ലെങ്കിൽ 100 കിലോഗ്രാമിനെയാണ് ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത്. ടൺ അപ്പോൾ എത്ര ആയിരിക്കും? 10⁻³ കിലോഗ്രാം അല്ലേ. 1000 കിലോഗ്രാമിനെയാണ് ഒരു ടൺ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിലും അതിനെക്കാട്ടി ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും ഉണ്ട്. ചെറിയ യൂണിറ്റുകളാണ് ഏതൊക്കെ? മില്ലിഗ്രാമും ഗ്രാമും. മില്ലിഗ്രാം. അപ്പോൾ ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻6 കിലോഗ്രാമും ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻3 കിലോഗ്രാമുമാണ്. ഇനി വലിയ യൂണിറ്റുകൾ ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 10⁻², അത് 10 സ്ക്വയറും. ഒരു ടൺ എന്ന് പറയുമ്പോൾ 10³ കിലോഗ്രാമാണ്. ഇനി എന്തടിസ്ഥാനത്തിലാണ് ഈ ഒരു കിലോഗ്രാം മാസ് എന്ന് പറയുന്നത്? അതായത്
നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റിനത്തിൻ്റെ 90% പ്ലാറ്റിനവും 10% ഇറിഡിയം എന്നിവയുടെ ലോക സങ്കരം കൊണ്ട് നിർമ്മിച്ച ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്കിയ ബ്യൂറോയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സിലിണ്ടറിൻ്റെ മാസിനെയാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിയോളജിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞ സിലിണ്ടറിൻ്റെ മാസം അനുസരിച്ചാണ് നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ പോയിന്റുകൾ ഓർത്തിരിക്കണം കേട്ടോ. മില്ലിഗ്രാം എത്രയാണ്, ക്വിൻ്റൽ എത്രയാണെന്നുള്ളത് ഓർത്തിരിക്കണം. PSC ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തതാണ് എസ് യൂണിറ്റിൽ അടുത്തതാണ് സമയം അല്ലേ. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് സെക്കൻഡ്. അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? പ്രതീകം സ്മോൾ എസ് ആണ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. സ്മോൾ ലെറ്റർ എസ് കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇതുപോലെ സമയം നോക്കാനായിട്ട് പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് സമയം നോക്കിയിരുന്നത്? നിഴലൊക്കെ നോക്കിയിട്ടാണ് അല്ലേ. നിഴലിൻ്റെ നീളമൊക്കെ നോക്കിയിട്ടാണ് സമയം നിർണ്ണയിച്ചിരുന്നത്. അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു നിഴൽ ഘടികാരത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിഴൽ ഘടികാരം. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റാണ് സോളാർ ദിനം. എന്താണ് സോളാർ ദിനം? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തിനെയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. എത്ര അവിടെ കൊടുത്തിട്ടുണ്ട്? 1/86,400. അതായത് 86,400 ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഒരു ശരാശരി സോളാർ ദിനം. 1/86400. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86400 ഭാഗമാണ് ഒരു സെക്കൻഡായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ സോളാർ ദിനം എന്താണെന്ന് ഓർക്ക്? ഒരു നട്ടുച്ച മുതൽ അടുത്ത ദിവസം നട്ടുച്ച വരെയുള്ള സമയമാണ്. ആ സോളാർ ദിനത്തിൻ്റെ 1/86400 ഭാഗം. ഇനി അടുത്തതാണ് വ്യുൽപ്പന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്. എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വ്യുൽപ്പന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ വേറെ ഒന്നുമില്ല, ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റുകൾ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമുക്ക് എന്തിൻ്റെയെങ്കിലും ഒരു സ്ക്വയറിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം, വിസ്തീർണം കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം എന്താണ് നീളം ഗുണം വീതിയാണ് വിസ്തീർണം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് എന്താ? പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു വീതിയുടെ യൂണിറ്റ്. അപ്പോൾ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, വീതിയുടെ യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ മീറ്റർ സ്ക്വയർ കിട്ടിയത് എങ്ങനെയാണ്? 2 യൂണിറ്റുകൾ ഡിറൈവ് ചെയ്തതാണ് അല്ലേ. അതായത് നീളത്തിൻ്റെ യൂണിറ്റും വീതിയുടെ യൂണിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് പരപ്പളവിൻ്റെ യൂണിറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടിസ്ഥാന യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റ്. ഇനി അടിസ്ഥാന യൂണിറ്റുകൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? അടിസ്ഥാന യൂണിറ്റുകൾ ഒരു ഏകീകൃത യൂണിറ്റുകളാണ്. പിന്നെ എന്താണ്? അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. പിന്നെ എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. ആ 3 പോയിന്റ് ഓർത്തിരിക്കുക. SI യൂണിറ്റുകളെ പറ്റി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഏകീകൃത യൂണിറ്റാണ്, അന്താരാഷ്ട്ര അംഗീകാരമുണ്ട്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാപ്തവും സാന്ദ്രതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. വ്യാപ്തത്തിൻ്റെ അതായത് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. എന്താണ്? യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരും? സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം. സാന്ദ്രത എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസ്. അപ്പം മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം. അപ്പോൾ അതിന് യൂണിറ്റ് എന്തായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും സാന്ദ്രതയുടെ യൂണിറ്റ്. ഇനി ഇതിൽ ആ കോളത്തിൽ കൊടുത്തേക്കുന്നത് വായിച്ചു നോക്കണം. എന്താണ്? പാലസ്തീനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചാവുകടലിൽ ഒരാൾ കിടന്ന് പത്രം വായിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്? എന്താണ്? ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ഈ ചാവുകടൽ എന്ന് പറയുന്നത്. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളതാണ് ചാവുകടൽ. അപ്പം 1 ലിറ്റർ ജലത്തിൽ 340 ഗ്രാമാണ്.
ഇതിലെ ഉപ്പിൻ്റെ അളവ് 1 ലിറ്റർ സാധാരണ എങ്ങനെയാണ് 35 ഗ്രാം മാത്രമാണുള്ളത്. പക്ഷേ ഈ ചാവുകടലിലെ 1 ലിറ്റർ ജലത്തിൽ 340 ഗ്രാമാണ് ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ചാവട്. അതുകൊണ്ടാണ് അവിടെ പൊങ്ങിക്കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് ആ സാന്ദ്രതയായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം ചാവുകടൽ എവിടെയാണ്? പാലസ്തീനും ജോർദാനും ഇടയിലാണെന്ന് ഓർക്കുക. അവിടുത്തെ സാന്ദ്രത എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 340 ഗ്രാം ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ പോയിന്റാണ് യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായിട്ട് ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ് എഴുതേണ്ടത്. ഉദാഹരണം കൊടുത്തേക്കുന്നത് കണ്ടോ, മീറ്റർ നമ്മളെങ്ങനെയാണ്? സ്മോൾ എം ആണ്. സെക്കൻഡിൻ്റെ എങ്ങനെയാണ്? സ്മോൾ എസ് ആണ്. കിലോഗ്രാം ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? സ്മോൾ kg ആണ്. അപ്പം ചെറിയ അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മൾ യൂണിറ്റുകൾ എഴുതേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് ചില യൂണിറ്റുകൾ ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം യൂണിറ്റല്ല പ്രതീകത്തിൽ ഉപയോഗിക്കാനായിട്ട്. ഇപ്പം നോക്കിയേ, വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകം നമ്മൾ സ്മോൾ വി അല്ല ക്യാപിറ്റൽ വി ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എഴുതുമ്പം പക്ഷേ എങ്ങനെയാണ്? വോൾട്ടെന്ന് എഴുതുമ്പം സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത്, പക്ഷെ പ്രതീകം ക്യാപിറ്റൽ വി ആണ്. അതുപോലെ പാസ്കൽ എന്തിൻ്റെയാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. അത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ പി പിന്നെ ഒരു സ്മോൾ എ. അപ്പോൾ ക്യാപിറ്റൽ പി ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, പ്രതീകം എഴുതേണ്ടത്. അതുപോലെ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ? അത് ഐസക് ന്യൂട്ടൻ്റെ പേരിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എൻ ആണ് ന്യൂട്ടൻ്റെ കേസിൽ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചില കേസിൽ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരുന്നത്. ബാക്കി മിക്ക യൂണിറ്റുകൾ നമ്മൾ എങ്ങനെയാണ്? സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര്. പ്രതീകമാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പ്രതീകമല്ല യൂണിറ്റുകൾ എഴുതണ്ടെങ്കിലോ, അതായത് വോൾട്ട് എന്നാണ് എഴുതേണ്ടെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ക്യാപിറ്റൽ വോൾട്ട് എഴുതില്ല, സ്മോൾ ലെറ്റർ വോൾട്ട് എന്നാണ് എഴുതേണ്ടത്. സ്മോൾ VOLT എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, പ്രതീകമാണെങ്കിൽ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ ഡിനോട്ട് ചെയ്യേണ്ടത്. അവയുടെ യൂണിറ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ തന്നെ വേണം എഴുതാൻ. കെൽവിൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ K എഴുതാൻ പാടില്ല, സ്മോൾ KELVIN. അതുപോലെ ന്യൂട്രൺ എഴുതുമ്പം ക്യാപിറ്റൽ N എഴുതാൻ പാടില്ല, സ്മോൾ ലെറ്റർ വേണം NEWTON എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ പ്രതീകം എഴുതുമ്പം ക്യാപിറ്റൽ എഴുതും വ്യക്തികളുടെ പേരനുസരിച്ച്, പക്ഷേ അവയുടെ യൂണിറ്റ് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. യൂണിറ്റും പ്രതീകവും മനസ്സിലായല്ലോ. യൂണിറ്റ് എന്ന് പറയുമ്പോൾ വോൾട്ട് എന്നുള്ളതാണ് യൂണിറ്റ്. പ്രതീകം എന്ന് പറയുമ്പോൾ എന്താണ്? വി. അതിൻ്റെ ആ വി ക്യാപിറ്റൽ വേണം, പക്ഷേ വോൾട്ട് എന്നുള്ളത് എപ്പോഴും എങ്ങനെ വേണം? സ്മോൾ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. ഇനി അടുത്തത് നാലാമത്തെ പോയിന്റാണ് പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതായത് ഇപ്പോൾ 1 കിലോയാണ് നമ്മൾ 1 കിലോ എന്ന് പറയാം, പക്ഷെ 10 കിലോയാണെങ്കിൽ എന്താ? 10 കിലോ KGS എന്ന് എഴുതാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ 10 കിലോ എന്ന് വെച്ചാൽ നമ്മൾ 10 ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ SC ചേർക്കാൻ പാടില്ല. 10 കിലോയാണെങ്കിലും 100 കിലോയാണെങ്കിലും എങ്ങനെയാണ്? 10 kg അല്ലെങ്കിൽ 100 kg എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 75 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിന് 75 cm എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. CMS എന്നൊന്നും ചേർക്കാൻ പാടില്ല. ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല പ്രതീകങ്ങളുടെ. ഇനി അടുത്തത്, ഒരു വാക്യത്തിൻ്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്തോ കോമയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ നീളത്തിൻ്റെ സെൻറ്റിമീറ്റർ ആണല്ലോ, അപ്പോൾ 75 സെൻറ്റിമീറ്റർ എന്ന് മാത്രം എഴുതിയാൽ മതി. അതിനുശേഷം 75 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് കുത്തിടാനോ കോമ ഇടാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. അടുത്തത്, വ്യുൽപ്പന്ന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചെരിഞ്ഞ വര ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ മീറ്റർ പെർ സ്ക്വയറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മീറ്റർ പെർ ഒരു മാത്രം മതി, ഒരു ഡിവൈഡഡ് ബൈ സൈൻ മാത്രം മതി. സെക്കൻഡ് സ്ക്വയർ ആണെന്ന് വെച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 S ഉണ്ട്, അത് വെച്ച് 2 ഈ ചരിഞ്ഞ വര ഉപയോഗിക്കേണ്ട, ഒരു ചരിഞ്ഞ വര മതി. എസ്സിന് സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ചെരിഞ്ഞ വര മതി, 2 ചെരിഞ്ഞ വര അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, മറ്റു യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് ഇടുകയോ ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ഇപ്പം ന്യൂട്ടൺ മീറ്റർ അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് വേണം മീറ്റർ എഴുതാനായിട്ട്, ഒരുമിച്ച് എഴുതരുതെന്ന്. ഇനി അടുത്ത പോയിന്റാണ് യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഒരു വ്യുൽപ്പന്ന യൂണിറ്റ് ഇടകലർത്തി ഉപയോഗിക്കരുതെന്ന്. അതായത് ഇപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് ശരിയാണ്, അല്ലാണ്ട് കിലോഗ്രാം
പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതാൻ പാടില്ല. മനസ്സിലായോ? അതായത് പ്രതീകവും അതിൻ്റെ പേരും ഒരുമിച്ച് എഴുതരുത്. അപ്പം നമ്മൾ കിലോഗ്രാം ആണ് എഴുതുന്നതെങ്കിൽ കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് തന്നെ എഴുതുക. kg/m³ എന്ന് എഴുതുക. അല്ലെങ്കിൽ അങ്ങനെ എഴുതാം, ഫുൾ ഫോം എഴുതുവാണെങ്കിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് വേണം എഴുതാൻ. അല്ലാണ്ട് കുറച്ച് ഭാഗം പ്രതീകവും കുറച്ച് ഭാഗം യൂണിറ്റിൻ്റെ പേരും അങ്ങനെ മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ kg/m³ എന്ന് എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ രണ്ടും എഴുതുമ്പോൾ ഒരേപോലെ തന്നെ എഴുതണമെന്ന്. പിന്നെന്താണ്, അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് ഇടണമെന്ന്. അതായത് ഇപ്പോൾ 273 കെൽവിൻ എന്നാണെങ്കിൽ 273 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടണം. 273 സ്പേസ് ഇട്ടിട്ട് വേണം കെൽവിൻ്റെ കെ എഴുതാനായിട്ട്. അതുപോലെ 100 മീറ്റർ എന്നാണെങ്കിൽ 100 എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എന്ന് എഴുതാനായിട്ട്. ഒരുമിച്ച് ചേർത്ത് എഴുതരുതെന്ന്. ഓക്കെ, ഇനി അടുത്ത് ഒരു അളവിനെ സൂചിപ്പിക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ എങ്ങനെയാണ്, 10.25 എന്നുണ്ടെങ്കിൽ 10 മീറ്റർ എന്നും, അതായത് അതിൻ്റെ അർത്ഥം എന്താ, 10 മീറ്ററും 25 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ പാടില്ല, 10.25 മീറ്റർ എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, 10 മീറ്ററും 25 സെൻറ്റിമീറ്ററും ആണ് മനസ്സിലാക്കണം. മനസ്സിലായോ? അതായത് ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കരുത് ഒരളവിനെ സൂചിപ്പിക്കാനായിട്ട്. 10.25 മീറ്റർ ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതണം, അങ്ങനെ തന്നെ എഴുതിയാൽ മതി, 10.25 എന്ന് എഴുതിയാൽ മതി. അല്ലാണ്ട് 10 മീറ്റർ പിന്നെ 25 സെൻറ്റിമീറ്റർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഓക്കെ, ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് യൂണിറ്റുകളാണ്, അത് നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. അതിലൊന്നാമത്താണ് താപം, പ്രവൃത്തി, ഊർജം. ഈ 3 എണ്ണത്തിൻ്റെ യൂണിറ്റ് ഏതാണ്, ജൂളാണ്. പിന്നെ മർദ്ദത്തിൻ്റെ പാസ്കൽ, പിന്നെ ഊഷ്മാവിൻ്റെ കെൽവിൻ നമ്മൾ പറഞ്ഞായിരുന്നു. ത്വരണത്തിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പവറിൻ്റെ സാധാരണ യൂണിറ്റ് വാട്ടാണ്. ഇനി വ്യാവസായിക യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഹോഴ്സ് പവർ ആണ്. ഹോഴ്സ് പവർ 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ എന്താണ്, ആംബിയർ ആണ്. ഇലക്ട്രിക് ചാർജിൻ്റെ കൂളോം. പിന്നെ കപ്പാസിറ്റൻസിൻ്റെ ആണ് എന്താ, ഫാരഡ്. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആണ് എന്താ, വെബർ. ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ലെൻസിൻ്റെ പവർ ആണ് എന്താ, ഡയോപ്റ്റർ. പിന്നെ പ്രതലബലത്തിൻ്റെ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സാന്ദ്രത നമ്മൾ പറഞ്ഞു kg/m³ ആണെന്ന് പറഞ്ഞു. ബലത്തിൻ്റെ എന്താണ്, ന്യൂട്ടൺ ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ ബെക്കറലാണ് റേഡിയോ ആക്ടിവിറ്റി. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലക്സിൻ്റെ വെബറും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടെസ്ല. അടുത്ത വിസ്കോസിറ്റി എന്താ, ശ്വാനബലം, അതിൻ്റെതാണ് POISC. ഓക്കെ, അടുത്ത തരംഗദൈർഘ്യത്തിൻ്റെയാണ് എന്ത്, ആംസ്ട്രോങ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഒരു പോയിന്റ് പോലും കളയാനില്ല, അത്ര കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. പിന്നെ പേരുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, എങ്ങനെയാണ് യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ അടിസ്ഥാന യൂണിറ്റുകളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക, ചോദിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.